കേരളത്തിലെ കോൺഗ്രസിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വലിയ കലാപവും പൊട്ടിത്തെറിയും നേരത്തെ തന്നെ ഉടലെടുത്തതാണ്. അതിന്റെ തുടർച്ചയായി NS നുസൂറിന്റെ ഈ തുറന്നു പറച്ചിൽ കാണേണ്ടി വരും. കാരണം ഉമ്മൻചാണ്ടി കാലത്ത് ഉമ്മൻചാണ്ടിക്കൊപ്പം തലസ്ഥാനത്തെ സന്തത സഹചാരിയായിരുന്നു. മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ എണ്ണമറ്റ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള നേതാവാണ്. വിഭാഗത്തിന്റെ യുവജന നേതാക്കളിൽ വലിയ തരത്തിൽ ഭാവിയുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു NS നുസൂർ. പക്ഷേ നുസൂർ ഉമ്മൻചാണ്ടിയുടെ കാലശേഷം നിരന്തരം അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. നിരന്തരം പാർട്ടി പദവിയിൽ നിന്ന് അദ്ദേഹത്തെ അവഗണിച്ചു. ഈ ഷാഫി പറമ്പിലിന്റെ ഈ പാർട്ടിയിലെ യൂത്ത് കോൺഗ്രസിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ശക്തിയായി ആ കോക്കസ് മാറിയ ശേഷം അതിന്റെ രക്തസാക്ഷിയായി മാറിയ നേതാവ് കൂടിയാണ് നുസൂർ. നുസൂറിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് സീറ്റുകളിൽ പരിഗണിക്കപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവാണ്. പക്ഷേ അദ്ദേഹത്തെ അവസാന നിമിഷം ഒഴിവാക്കിയിട്ടുണ്ട്. ആ ഒഴിവാക്കലിനുള്ള കാരണങ്ങളാണ് നുസൂർ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വെട്ടിത്തുറന്ന് സംസാരിച്ചത്. വലിയ തരത്തിൽ കോൺഗ്രസിന്റെ നിലവിലുള്ള രീതിയെ സംവിധാനത്തിനെതിരെ ആഞ്ഞടിച്ചായിരുന്നു നുസൂറിന്റെ പ്രതികരണം. നുസൂർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ലീഡായി പറയാനുള്ളത് മനു തന്നെ അല്പം മുമ്പ് സൂചിപ്പിച്ച കാര്യമാണ്. അത് തിരുവനന്തപുരത്ത് മാത്രമല്ല എല്ലായിടത്തും കോൺഗ്രസും BJPയും തമ്മിലുള്ള ഡീലിനെ സംബന്ധിച്ചാണ്. ഒന്ന്, നേമത്ത് BJPയെ കോൺഗ്രസ് സഹായിക്കുന്നു, തിരിച്ച് വട്ടിയൂർക്കാവിൽ BJP കോൺഗ്രസിനെ സഹായിക്കുന്നു. അതേ സഹായം അരുവിക്കര മണ്ഡലത്തിൽ VS ശിവകുമാറിന് കോൺഗ്രസിന് BJPയുടെ സഹായം ലഭിക്കുന്നു. അങ്ങനെ പരസ്പര സഹകരണ സംഘമാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിനെ, ഇന്ത്യയിലെ കോൺഗ്രസിനെ നശിപ്പിക്കുന്നത് KC വേണുഗോപാലാണ്. കേരളത്തിലെ കോൺഗ്രസിനെ നശിപ്പിക്കാൻ KC വേണുഗോപാൽ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ നടത്തിയ നീക്കങ്ങളെ തുറന്നു പറച്ചിലാണ് നുസൂർ നടത്തിയത്. നുസൂർ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പ്രഖ്യാപിച്ചു. കാരണം നുസൂർ കോൺഗ്രസുമായി ഉള്ള എല്ലാ ബന്ധവും അവസാനിക്കുകയാണ്. തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുമായി യൂത്ത് കോൺഗ്രസിൻ്റെ കാലം മുതൽ KSന്റെ കാലം മുതൽ ഒപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തകരുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് നുസൂർ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. വ്യക്തിപരമായി അദ്ദേഹത്തിന് അനുഭവിക്കുന്ന സംഘർഷങ്ങൾ, മാനസിക സംഘർഷങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞു. നുസൂർ തന്നെ വാർത്താ സമ്മേളനത്തിനൊപ്പം കൈരളിക്കൊപ്പം ചേരുന്നുണ്ട്. നുസൂർ, നമ്മളിപ്പോൾ വാർത്തയുടെ ലൈവിലാണ്. ആ ലൈവിൽ നമ്മുടെ റീഡറായ മനു ചോദിച്ചത് വലിയ തരത്തിലുള്ള പൊട്ടിത്തെറിച്ചായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് പല കാര്യങ്ങളും താങ്കൾ ഈ വാർത്താ സമ്മേളനത്തിൽ വെളിവാക്കി. ഇത്രകാലം കോൺഗ്രസിനകത്ത് നിന്ന് പലതും സഹിക്കുകയായിരുന്നു. ആ സഹിക്കുന്ന സഹനത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ തുറന്നു പറയേണ്ടി വന്നു. ഈ സീറ്റ് മാത്രമല്ല പ്രശ്നങ്ങൾ, കോൺഗ്രസ് കേരളത്തിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി താങ്കൾ വ്യക്തമാക്കി. കേരളത്തിലെ കോൺഗ്രസിനെ ഈ KC വേണുഗോപാൽ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിനെ KC വേണുഗോപാൽ ഹൈജാക്ക് ചെയ്തു എന്നല്ല പറയാനുള്ളത്. RSSന്റെ നോമിനിയായി KC വേണുഗോപാൽ ഡൽഹിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ബലമായ സംശയം കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ, BJPയെ അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പുകളിലെങ്കിലും ശക്തമാക്കാൻ എങ്ങനെയാണ് BJP റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ മനസ്സിലാകുന്നത് അത് KC വേണുഗോപാൽ വഴിയായിരിക്കും ഇതിനുള്ള തുടക്കം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതാണ് ഈ പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. കേരളത്തിലെ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തത് മാത്രമല്ല, കേരളത്തിൽ ഏറ്റവും മോശപ്പെട്ട ആളുകളെ കണ്ടുപിടിച്ച് പിന്നെ എങ്ങനെ പരാജയപ്പെടുത്താം എന്നുള്ളതാണ് അദ്ദേഹം നോക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം അത് നോക്കുന്നത് വഴി വീണ്ടും കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരും. ആ ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ പ്രതിപക്ഷത്തേക്ക് കുറച്ച് സീറ്റ് BJPക്ക് കൊടുക്കുക. BJPയെ സംബന്ധിച്ചിടത്തോളം അറിയാലോ, കുറച്ച് സീറ്റ് BJPയുടെ കയ്യിൽ കിട്ടിയാൽ 2029 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ KC വേണുഗോപാലിന് നേരിട്ട് കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയായി കടന്നു വരാം. അപ്പോൾ കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയായി കടന്നു വരുമ്പോൾ അദ്ദേഹം ഒരു തവണ മുഖ്യമന്ത്രിയായാൽ പിന്നെ BJP ആയിരുന്നാലും ആര് വേണോ വന്നോട്ടെ. നുസൂർ പറഞ്ഞത് വൺ നേഷൻ വൺ ഇലക്ഷൻ, അത് 2029 ഉദ്ദേശിച്ചത്. 2029 വൺ ഇന്ത്യ വൺ ഇലക്ഷൻ നടന്നാൽ, വൺ നേഷൻ വൺ ഇലക്ഷൻ നടന്നാൽ ആ 2029 അദ്ദേഹത്തിന് മുഖ്യമന്ത്രി. ഇവർ ദീർഘവീക്ഷണമുള്ള നേതാക്കളാണല്ലോ. അപ്പോൾ അവർക്ക് അതുവഴി ചിലപ്പോൾ ആകാൻ കഴിയും. ആയിക്കഴിഞ്ഞാൽ ഒരു തവണ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയോ പോട്ടെ എന്നുള്ളതാണ്. ആ സമയമാകുമ്പോൾ BJPക്ക് കളമൊരുങ്ങും. അതാണ് BJPയുടെ അജണ്ട. BJP അതാണ് 2036 വരെ വെയിറ്റ് ചെയ്യുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഈ കാലഘട്ടമായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഉത്തരവാദിത്വമുള്ള ഒരു സമീപനമായി, കൂട്ടുകക്ഷിയായി KC വേണുഗോപാലും BJPയും അതിൻ്റെ ഇടനിലമായ RSS മാറുന്നു എന്നുള്ള സംശയമാണ്. ഇതൊക്കെയാണ് സ്വാഭാവികമായും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതുവരെ പാർട്ടി ഉണ്ടാകുമോ എന്നുള്ളത് ഇവരാലോചിക്കുന്നില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ പല കാര്യങ്ങളും നുസൂറിനകത്ത് നിന്നറിയാം. നമുക്കറിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ വാമനപുരത്ത് പാലോട് രവിയെ വെട്ടിമാറ്റിയത്, പാലോട് രവിയെ അവസാന നിമിഷമാണ് തഴഞ്ഞത്. അതിന് പകരം സുധീർ ഷാ പാലോടിനെയാണ് കൊണ്ടുവന്നത്. ഈ വാർത്താ സമ്മേളനത്തിൽ നുസൂർ വളരെ ഗൗരവതരമായ ഒരു കാര്യം പറഞ്ഞു. SDPIയുടെ
കടുത്ത സമ്മർദ്ദം അവർ വെച്ച ഉപാധി അംഗീകരിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്ത് SDP വോട്ട് സമാഹരിക്കുന്നതിന് വേണ്ടി ആ സുധീർഷ പാലോടിനെ അവർ തന്നെ നിർദ്ദേശിച്ചു. പകരം മറ്റ് പല ഉപാധികളും അവർ മുന്നോട്ട് വെച്ചു എന്ന് പറഞ്ഞു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട റിലവൻ്റായ സോഴ്സിൽ നിന്ന് പറയുകയാണ്, അതോ ഇപ്പോൾ താങ്കൾ പാർട്ടി വിടാൻ തീരുമാനിച്ചത് കൊണ്ടുള്ള ആരോപണമാണ്? SDP വളരെ വ്യക്തമായ ഒരു അജണ്ട നിങ്ങൾക്കറിയാലോ. ഈ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിൽ എങ്ങനെയാണ് ജയിച്ചത്? SDP പിന്തുണ ഉണ്ട്. കാര്യം SDP ആണല്ലോ അവിടെ ആഘോഷിച്ചത്. SDP തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേതാക്കളെ വിരട്ടി വാങ്ങിയ സീറ്റാണ് വാമനാപുരം സീറ്റ്. പാലോട് രവി മത്സരിക്കാനുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രായം ഇത് നോക്കും, പിന്നെ ഞാൻ ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ല. പക്ഷേ SDP വിരട്ടി വാങ്ങിയ സീറ്റാണ്. പകരം അവർ സുധീർ ഷാ പാലോടിനെ വിജയിപ്പിക്കും. അതിനുശേഷം നടക്കുന്ന ജില്ലാ പഞ്ചായത്തിലും SDP ഒരു കാൻഡിഡേറ്റിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ കാൻഡിഡേറ്റിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഷാഫി എന്ന് പറയുന്ന അവിടുത്തെ പിന്നെ ഒരു നേതാവിൻ്റെ പേരും SDP മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു വെടിക്ക് രണ്ട് പക്ഷി SDP പരോക്ഷമായി കിട്ടുന്നു എന്നുള്ളതേ ഉള്ളൂ. താങ്കളുടെ കാലത്തുണ്ടായിരുന്ന JS അഖിൽ, താങ്കൾ, അങ്ങനെയുള്ള ഒരു നിര നേതാക്കളുടെ പേരുകൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരിഗണിച്ചിരുന്നതാണ്. അവരെല്ലാം പോയി. പകരം നേരത്തെ തന്നെ ഈ പലതരത്തിലുള്ള സർവേകൾ നടത്തിയിരുന്നു. ആ സർവേയിൽ പറഞ്ഞ പല പേരുകളും ഉണ്ടായിരുന്നു. ആ സർവേയിലുള്ളവരും വന്നില്ല. നേരത്തെ തന്നെ വലിയ തരത്തിൽ അവകാശം ഉണ്ടായി എന്നതെന്ന് പറഞ്ഞാൽ കനകോലൂരിൻ്റെ ഒരു സർവേ നടത്തി അതിൽ ജനപ്രിയരായിട്ടുള്ള ആൾക്കാരായിരിക്കും സ്ഥാനാർത്ഥിയായി വരുമെന്ന്. ഈ ഡീലിനെ സംബന്ധിച്ച് അങ്ങ് പറഞ്ഞല്ലോ, ഈ BJPക്ക് നേമത്ത് വോട്ട് കോൺഗ്രസ് മറിച്ചു കൊടുക്കും, തിരിച്ച് വട്ടിയൂർക്കാവിൽ തിരിച്ച് മുരളീധരന് വേണ്ടി BJP വോട്ട് മറിക്കും. അതിലൊപ്പം തന്നെ ശിവകുമാറിൻ്റെ കാര്യം അങ്ങ് അരുവിക്കര കാര്യം പറഞ്ഞു. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ, ആ ചർച്ചകൾക്കും കേസ് തന്നെയായിരിക്കും മുൻകൈ എടുത്തത്. ആണ് ഈ 1:2 ഇക്വേഷൻ. നമ്മൾ ഈ സയൻസൊക്കെ പഠിക്കുമ്പോൾ 1:2 ഇക്വേഷനാണ്. ഒരു സീറ്റ് രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കുക, 2 സീറ്റ് ഇവിടെ പിന്നെ കോൺഗ്രസിനെ വിജയിപ്പിക്കുക. അത് രണ്ടും കോൺഗ്രസ് എന്ന് പറയുന്നത് ഇവർക്കറിയാം, ഈ ഡീല് വെച്ചാലും സ്വാഭാവികമായിട്ട് VS ശിവകുമാർ അവിടെ പിന്നെ മത്സരിക്കും, ഇപ്പുറത്ത് ഇത് മത്സരിക്കും. BJPയുടെ ഒരു ഡീല് അവർ ഓപ്പൺ ചെയ്തു. അത് KC വേണുഗോപാലിൻ്റെ അറിവോടുകൂടിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ആ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള അഭിപ്രായമില്ല. അതിന് പുള്ളി അവസരം ഒരുക്കിക്കൊണ്ട് പച്ചക്കൊടി കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിന് അവസരമുള്ള ഇതൊക്കെ നടത്താൻ പാകത്തിനുള്ള ആളുകളെ ഓരോ സ്ഥലത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ശബരി നേമത്ത് മത്സരിക്കുന്നില്ല എന്ന് ശബരി ആദ്യമേ പറഞ്ഞതാണല്ലോ. ശബരിക്ക് ഈ കാര്യം മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ശബരി DCC പ്രസിഡന്റ് വേണം എന്ന് രണ്ടാമത് ഡിമാൻഡ് വെച്ചത്. DCC പ്രസിഡന്റ് വേണം, അടുത്ത പാർലമെന്റ് സീറ്റും വേണം എന്ന് ഡിമാൻഡ് വെച്ചത് അതുകൊണ്ടാണ്. ശബരി ബുദ്ധിയുള്ളവരാണ്. ശബരിക്ക് അത് മനസ്സിലായതുകൊണ്ട് ശബരി അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. പക്ഷേ അതിനുള്ള അവസരം ഒരുക്കി എടുക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് KCക്കുള്ളത്. ബാക്കിയുള്ളത് ശിവകുമാറും K മുരളീധരനുമായിട്ട് നോക്കുക. അങ്ങ് തന്നെ വ്യക്തിപരമായി ഈ മിശ്ര വിവാഹം കഴിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ അത് താങ്കളെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാതിരിക്കുന്നതിനൊരു പ്രധാനപ്പെട്ട നേതാവ് തന്നെ പറഞ്ഞു. കാരണം താങ്കൾ വിവാഹം കഴിച്ച ഒരാൾ പ്രണയവിവാഹമായിരുന്നു. താങ്കൾ വിവാഹം കഴിച്ച സ്ത്രീ എന്ന് പറയുന്നത് ഹിന്ദു മതവിശ്വാസിയായി ഇപ്പോഴും തുടരുന്നു. താങ്കൾ ഒരു ഇസ്ലാം മതവിശ്വാസിയാണ്. താങ്കൾ പള്ളിയിൽ പോകുന്നു, ഭാര്യ അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും പോയി അവർ പോകുന്നു. ഒരിക്കലും വ്യക്തിപരമായ ജീവിതത്തെ മതം ഇടപെടുകയേ ചെയ്യുന്നില്ല. രാഷ്ട്രീയ പ്രവർത്തനം വേറെയാണ്, മതവിശ്വാസം വേറെയാണ്. പക്ഷേ പുറത്ത് നുസൂറിനെ ഇന്നുവരെ കണ്ടിട്ടുള്ള നമ്മളാരും നുസൂറിൻ്റെ വ്യക്തിപര ജീവിതത്തിൽ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത് കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ല. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ കുറച്ച് വൈകാരികമായിട്ടാണ് നുസൂർ ആ കാര്യം പറഞ്ഞത്. അപ്പോൾ ഞാനും അത് ഗൗരവത്തോടെ ചിന്തിച്ചു. താങ്കളുടെ പാർട്ടി താങ്കളുടെ വൈവാഹിക ജീവിതത്തിൽ 2 മതത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിച്ചാൽ താങ്കളുടെ വിഭാഗക്കാരും ഒപ്പം തന്നെ താങ്കൾ വിശ്വസിക്കുന്ന മതവിശ്വാസത്തിലുള്ളവരും ഒപ്പം തന്നെ താങ്കളുടെ ഭാര്യ വിശ്വസിക്കുന്ന മതവിശ്വാസത്തിലുള്ളവർ വോട്ട് ചെയ്യില്ല, 2 പേരും വോട്ട് ചെയ്യില്ല എന്ന തരത്തിൽ അതീവ ഗുരുതരമായ BJP പോലും പറയാത്ത തീവ്രവാദം താങ്കളെക്കുറിച്ച് കരുതുന്നു എന്നാണ്. കാരണം താങ്കളെക്കുറിച്ച് വ്യക്തിപരമായി താങ്കളുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് അറിയാമെന്നുള്ളതാണ്. വാപ്പയും ഉമ്മയും ഇപ്പം കൂടെയില്ല. ഈ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഒരു സഹനം സഹിച്ച് മുന്നോട്ട് പോയതാണ്. അപ്പോഴും KPCC ഓഫീസിലാണ് താങ്കളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും കൂടുതൽ സമയം 26 വർഷം മാറ്റിവെച്ചത്. ഇങ്ങനെ ഒരു പരിഗണനയാണ് താങ്കൾക്ക് പാർട്ടി കൂടെ ഉള്ളവർ തന്നിരുന്നത്. താങ്കളെ ഇങ്ങനെ ഒരു ആളായിട്ടാണ് മാറ്റിയാണ് കണ്ടിരുന്നത്, മതത്തിൻ്റെ കള്ളിയിലാണ് കണ്ടിരുന്നത് എന്ന് അറിഞ്ഞപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഗണിക്കാത്തതിനേക്കാൾ കൂടുതൽ വിഷമം തോന്നിയോ? ഞാൻ ആലോചിക്കുന്ന ഇവര് എന്നെ കണ്ടതിനേക്കാൾ ഉപരി കേരളത്തിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കണ്ടിരിക്കുന്നത് അവർ തീവ്രവാദികളാണെന്നാണ്. ആ ചിന്തയിൽ നിന്നാണല്ലോ എൻ്റെ സീറ്റ് ചർച്ചയിൽ ഈ ഒരു ചർച്ച വരുന്നത്. അവർക്ക് അങ്ങനെ തോന്നും എന്നുള്ളത് ഇവരുടെ മനസ്സിലാണുള്ളത്. അപ്പോൾ യഥാർത്ഥ വർഗീയവാദികൾ എന്ന് പറയുന്നത് ഈ നേതാക്കളാണ്, കോൺഗ്രസിനകത്തെ നേതാക്കളാണ്. കേരളത്തിലെ ജനം അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവരെന്നോട് അങ്ങനെ പെരുമാറണ്ടേ.
അങ്ങനെ മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു. ഞാൻ എൻ്റെ ഭാര്യയെ അമ്പലത്തിൽ കൊണ്ടുവിട്ടിട്ട് ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വരുന്നത് എൻ്റെ പള്ളിയിലുള്ളവർ കാണുകയാണ്. അവൾ അതുവഴി പിന്നെ സിന്ദൂരോട്ട് പോകുന്നതൊക്കെ കാണുകയാണ്. അപ്പോൾ അത് ഒരു ചർച്ചയാക്കിക്കൊണ്ട് അതൊരു വിഷയമായി കണ്ടുകൊണ്ട് പാർട്ടി ഒരാളെ തടയുന്നെങ്കിൽ അത് പാർട്ടിക്കകത്തുള്ള നേതാക്കളുടെ മനസ്സിനകത്തുള്ള ഒരു വികാരമാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഒരു കാലഘട്ടത്തിലും ഞാൻ പഠിച്ചൊരു കാലമാണ്, ഒരു കാലഘട്ടത്തിലും തിരുവനന്തപുരം നഗരത്തിൽ ഒരു പ്രസിഡൻഷ്യൽ പോസ്റ്റിൽ എന്നെ പരിഗണിച്ചിട്ടില്ല. പരിഗണിക്കപ്പെട്ടത് പ്രസിഡൻഷ്യൽ പോസ്റ്റിൽ പരിഗണിക്കപ്പെട്ടത് സുധീർ ഷാ പാലോടിനെയാണ് അവസാനം. അതെന്തുകൊണ്ടാണെന്നറിയോ? ആ സുധീർ ഷാ പാലോടിനെ പരിഗണിച്ചത് ഞാൻ ആ പേര് പറഞ്ഞതുകൊണ്ടാണ്. എനിക്ക് ആ പേര് പറയാൻ ഒരു അവസരം ഉമ്മൻചാണ്ടി സാർ ഉണ്ടാക്കി തന്നതുകൊണ്ടാണ് അന്ന് 2 പേര് വന്നപ്പോൾ ഞാൻ സുധീർ ഷാ പാലോടിൻ്റെ പേര് പറഞ്ഞത്. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് സുധീർ ഷാ പാലോട് ജില്ലാ പ്രസിഡന്റ് ആകുന്നത്. നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ മതി, ജില്ലാ പ്രസിഡന്റ് ആകുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം ഉണ്ടായത്, അതുവരെ അവർ എന്നെ തഴയപ്പെട്ടുകൊണ്ടിരുന്നത് സ്വാഭാവികമായും അവരുടെ മനസ്സിൽ, ചില നേതാക്കളുടെ മനസ്സിൽ ഈ തരത്തിലുള്ള വികാരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ കണ്ടെത്തിയ ആളും വടകരയിൽ നിങ്ങൾ പറഞ്ഞ MP-യുമായി ചേർന്നപ്പോൾ അവർക്കും തോന്നിയത് ഇതേപോലുള്ള വർഗീയ പ്രീണനങ്ങളാണ്. അതിനോട് സെലക്ഷൻ തെറ്റിപ്പോയി എന്നുള്ള ചിന്താഗതി എനിക്കുണ്ട്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഭാവിയിൽ എന്താണ് ഇനി നുസൂർ തീരുമാനിക്കുന്നത്? എന്തായാലും പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇനിയുള്ള ഭാവിയിലുള്ള പൊതുപ്രവർത്തനത്തിന് എങ്ങനെയായിരിക്കും, ആരുമായി സഹകരിച്ചായിരിക്കും മുമ്പോട്ട് പോകുക? അതിശക്തമായി തന്നെ പൊരുതും, ഏതറ്റം വരെ. അത് ഇത്രയും നാൾ അകത്ത് നിന്ന് പൊരുതി. ഇനിയുള്ളത് മതേതര നിലപാട് കാത്തു സൂക്ഷിക്കുന്ന, മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കപ്പെടുന്ന കക്ഷികളുമായി ചേർന്ന് ആലോചിച്ച്, ഇപ്പം തന്നെ കുറച്ച് കോളുകൾ വന്നിട്ടുണ്ട്, ഒന്നും ഇപ്പം തീരുമാനിക്കുന്നില്ല. എന്തായിരുന്നാലും എൻ്റെ സഹപ്രവർത്തകരുമായി ആലോചിച്ച് ഒരു തീരുമാനമെടുക്കും. ഞാൻ ഒരിക്കലും ഹൈ റിസ്കിലോട്ടാണ് ഞാൻ എടുത്തു ചാടുന്നത്. അവിടെ എൻ്റെ സഹപ്രവർത്തകരെ, കൂട്ടുകാരെ, ഞാൻ അനുഭവിച്ച ത്യാഗങ്ങൾ, ഞാൻ അനുഭവിച്ച വിഷമങ്ങൾ, അതിലേക്ക് വേണ്ടി എൻ്റെ സഹപ്രവർത്തകരെ കൂടെ കൊണ്ടു ചാടുക എന്നുള്ളത് എനിക്ക് ലക്ഷ്യമില്ല. അവരവരുടെ പ്രവർത്തന മേഖലകളിലോട്ട് നിൽക്കട്ടെ എന്ന് ഞാൻ അവരോട് പറയുന്നുണ്ട്. പക്ഷെ പറയുന്നുണ്ടെങ്കിലും അവരത് കേൾക്കുന്നില്ല. എന്നിരുന്നാലും അവരെ നിർബന്ധിച്ച് അവിടെ തന്നെ നിർത്തും എന്നുള്ളത് തന്നെയാണ് എൻ്റെ തീരുമാനം. തീർച്ചയായും നുസൂറാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു. തിരുവനന്തപുരത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതാപകാലം എന്ന് പറയണം, കാരണം സമരങ്ങളൊക്കെ ഏറ്റെടുത്തിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ കാലമുണ്ടായിരുന്നു. KSUവിൻ്റെ ഭാരവാഹിത്വത്തിലൊക്കെ സജീവമായി ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിക്കൊപ്പം അടുത്ത തലമുറയായി അദ്ദേഹം പരിഗണിച്ചിരുന്ന പ്രധാനപ്പെട്ട നേതാവിൽ ഒന്നാമത്തെ പേരുകാരനായിരുന്നു നുസൂർ പാർട്ടിക്കകത്ത് സഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നിസ്സഹായ അവസ്ഥകളാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം തുറന്നു പറഞ്ഞത്. കേരളത്തിലെ കോൺഗ്രസിനെ നശിപ്പിക്കാനാണ് ഈ സ്ഥാനാർത്ഥി നിർണയം. നേരത്തെ വിജയിക്കുമെന്ന് കരുതിയ മുഴുവൻ പേരും ഒഴിവാക്കപ്പെട്ടു. ഒഴിവാക്കപ്പെട്ടതിൻ്റെ കാരണം KC വേണുഗോപാലിൻ്റെ ഇടപെടലാണ്. അതുകൊണ്ട് ഇനി സഹിച്ച് ആ പാർട്ടിക്കൊപ്പം മുന്നോട്ട് പോകാൻ കഴിയില്ല. മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് NS നുസൂർ കൈരളി ന്യൂസിനോട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം നടത്തിയത്. അതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ അടുത്ത നിലപാട് എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ന് ഏവരും കാതോർക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറാമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.